ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻ സുരക്ഷാ നീക്കങ്ങൾ നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ കടുത്ത നടപടികൾ. ഇനി ഒരൊറ്റ ബംഗ്ലാദേശി പോലും ഇന്ത്യയിലേക്ക് കടക്കാത്ത വിധത്തിലേക്കുള്ള സുരക്ഷാ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മമതയുടെ ഭരണകാലത്ത് അതിർത്തി പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറി 10 വർഷക്കാലത്തോളം തന്നെ ബംഗാളിനെ വലിയ രീതിയിൽ മുച്ചൂട് മുടിപ്പിക്കാൻ തക്കതായിട്ടുള്ള ബംഗ്ലാദേശികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇനി അവരെ ഒന്നും അവിടെ അവശേഷിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകില്ല, അവരെ എല്ലാം അവിടെ നിന്നും തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ നീക്കങ്ങൾ അവിടെ തയ്യാറെടുക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ അതിർത്തികളിൽ നിന്നും വ്യാജ ആധാർ കാർഡുകളും മറ്റും ഉപയോഗിച്ചു കൊണ്ടെത്തിയ ബംഗ്ലാദേശികളെ പൂർണ്ണമായും നാട് കടത്തുന്ന ആ ഒരു പ്രക്രിയ നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ നിർണായക നീക്കവുമായി വെസ്റ്റ് ബംഗാൾ സർക്കാർ. കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുന്നതിന്റെ ഭാഗമായി തന്നെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് വൻതോതിൽ ഭൂമി കൈമാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ആ ഒരു തീരുമാനപ്രകാരം 9 അതിർത്തി ജില്ലകളിൽ 142.79 ഏക്കർ ഭൂമിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഔദ്യോഗികമായി തന്നെ കൈമാറിയത്. പുതിയ ഔട്ട് പോസ്റ്റുകളും സ്ഥിരമായി തന്നെ അതിർത്തി വേലികളും നിർമ്മിക്കാനാണ് ഈ ഭൂമി ഉപയോഗിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഭൂമി കൈമാറിയത് മുർഷിദാബാദ് ജില്ലയിലാണ്. ഏകദേശം 38.805 ഏക്കർ ഭൂമിയാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾക്കായി തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ കോച്ച് ബാഗർ ജില്ലകളിൽ പോലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നിരവധി ഭാഗങ്ങളിൽ ഇപ്പോഴും വേലിയില്ലാത്ത പ്രദേശങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഏകദേശം 600 ഏക്കറോളം വരുന്ന ഈ മേഖലകളിൽ പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റവും കള്ളക്കടത്തും ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നത് എന്നതാണ് കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കന്നുകാലി കടത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി തന്നെ അതിർത്തി നിരീക്ഷണം ശക്തമാക്കുന്നു എന്ന സുരക്ഷാ വിഭാഗം പോലും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് പുതിയ സുരക്ഷാ നീക്കങ്ങൾ ഇപ്പോൾ വേഗത്തിലാക്കുന്നത്. കൂടുതൽ നിരീക്ഷണ ടവറുകൾ, BSF ക്യാമ്പുകൾ, റോഡ് കണക്ടിവിറ്റി, അതേപോലെ ഫ്ലൈറ്റ് ലൈനിങ്, സ്ഥിരമായ വേലി എന്നിവയും പദ്ധതിയുടെ ഭാഗമാകുമെന്നും വിവരങ്ങളുണ്ട്. സംസ്ഥാനത്തിന്റെ പുതിയ നീക്കത്തെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും പുതിയ സുരക്ഷാ നടപടികൾ ബാധിക്കുമോ എന്ന ആശങ്ക പോലും ഉയരുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇനി കൂടുതൽ കടുത്ത പരിശോധനകളും നിരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ദേശീയ സുരക്ഷയുടെ പേരിൽ ആരംഭിച്ച ഈ വലിയ സുരക്ഷാ ദൗത്യം വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പ്രധാന ചർച്ചാ വിഷയത്തിൽ ഒന്നായി തന്നെ മാറാനും സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിലെ പുതുതായി തന്നെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ ഇപ്പോൾ ശക്തമാവുകയാണ്. അതേസമയം അതിർത്തിയിലെ വേലി നിർമ്മാണം വേഗത്തിലാക്കുന്നതോടൊപ്പം തന്നെ കന്നുകാലി കടത്തുകാരുടെ ശല്യം കുറയ്ക്കുകയും തങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നതായി തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെ താമസക്കാർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടത്തുകാരും അനധികൃത കുടിയേറ്റക്കാരും അവരെ കണ്ടെത്തുവാൻ പോലും അല്ലെങ്കിൽ പുറത്താക്കാനുമുള്ള ഡിഡക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് നയത്തിന്റെ ഭാഗമായി അതിർത്തി ജില്ലകളിൽ തടങ്കൽ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ തന്നെ 386 പേർ ഇത്തരത്തിൽ അതിർത്തിയിലെ ഹോണ്ടിംഗ് സെന്ററുകളിൽ കഴിയുന്നുണ്ട് എന്നതാണ് ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിർത്തി സുരക്ഷയ്ക്കായി തന്നെ തങ്ങളുടെ പരമ്പരാഗത ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണ് എന്നും എന്നാൽ അർഹമായ നഷ്ടപരിഹാരവും കൃത്യമായ ഭൂമി അളക്കലുകളും എല്ലാം തന്നെ സർക്കാർ ഉറപ്പാക്കണമെന്നും അതിർത്തി ശ്രമങ്ങളിലെ അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ പോലും ഈ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യം ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.